ഇന്ന് രാവിലെ മുതൽ നമ്മൾ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ പല ന്യൂസുകളും നിങ്ങൾ കണ്ടു കാണൂലേ. അമേരിക്കയുടെ പ്രസിഡന്റ് പേടി കൊണ്ടൊന്നും അല്ല കേട്ടോ, സുരക്ഷയുടെ ഭാഗമായിട്ട് എയർഫോഴ്സ് വണ്ണിൻ്റെ അകത്തെ താഴത്തെ ഒരു ചോട്ടയിൽ കൂടെ താഴോട്ട് ചാടിയിട്ട് മറ്റേ ഫുഡ് കൊണ്ടുവരുന്ന ഒരു കാറ്ററിംഗ് വണ്ടിയിൽ ഒളിച്ചോടിയതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഭയങ്കര രസമാണ്. അത് മാത്രമല്ല, അത് റിലേറ്റ് ചെയ്ത് മറ്റു കുറേ തിയറീസും കോൺട്രവേഴ്സീസും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതായിരുന്നു ആ ഒരു C-15 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക വിമാനമുണ്ട്, ഒരു ജെറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ടാണ് പുള്ളി അന്ന് തിരിച്ച് ബ്രിട്ടൻ വഴി അമേരിക്കയിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ചോദിച്ചപ്പം കറക്റ്റ് സംഭവമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് എല്ലാവരും അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല, ഇത് സംഭവം ഇറാനെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ, സുരക്ഷാ മുൻകരുതലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ്. ഇറാനെ പേടിയൊന്നും നമുക്കില്ല. ഇത്രയും തരം താന്ന അവസ്ഥയിലൊക്കെ പോകേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ അത് ഇറാനെ പേടിച്ചിട്ടില്ല, സ്വയം നമ്മളൊന്ന് മുൻകരുതലെടുത്താണെന്നാണ് ഇപ്പം ഈ ഒരു വാഷിംഗ്ടണിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. നമുക്കതിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ ഇഷ്യൂസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. അതായത് മാധ്യമ പ്രവർത്തകരെയും മറ്റ് വൈറ്റ് ഹൗസ് ജീവനക്കാരെയും ട്രംപ് തങ്ങളോടൊപ്പം എയർഫോഴ്സ് വണ്ണിലുണ്ടായി ട്രംപിൻ്റെ കൂടെ വിശ്വസിച്ച് യാത്ര ചെയ്ത എല്ലാ ആളുകളെയും അതേ വിൻഡോയിൽ തന്നെ ഇരുത്തി, അല്ലെങ്കിൽ അതേ വിമാനത്തിൽ തന്നെ ഇരുത്തി. അതായത് സുരക്ഷാ ജീവനക്കാർ ഏത് രീതിയിലാണ് ഈ മാധ്യമ പ്രവർത്തകർക്കും മറ്റാളുകൾക്കും സുരക്ഷ നിങ്ങൾ നൽകിയത് എന്നാണ് ഇപ്പം ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം ഈ എയർഫോഴ്സ് വണ്ണിൽ നമുക്കറിയാം ട്രംപിൻ്റെ ഒരു പതിവുണ്ട്, ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിൽ തന്നെ കയറി നിന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവാറ്, യാത്രേൻ്റെ സമയത്താണ് ഉണ്ടാവാറ്. അപ്പോൾ അത്രയും മാധ്യമ പ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാക്കി, അല്ലെങ്കിൽ സാധാരണ ജീവനക്കാരുടെ, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന മറ്റെല്ലാവരുടെയും ജീവനും അപകടത്തിലാക്കിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ അത്രയേ ഉള്ളൂ ട്രംപിന്, അല്ലെങ്കിൽ അത്രയും വലിയൊരു രഹസ്യ വിവരം പുറത്ത് കിട്ടിയിട്ട് എന്തുകൊണ്ട് അത്, അല്ലെങ്കിൽ അത്രയും ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് ഇപ്പം അമേരിക്കയിൽ ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് മാധ്യമ പ്രവർത്തകർ അമേരിക്കയിലെ നമ്മുടെ ഗോദി മീഡിയ എന്ന് പറഞ്ഞ പോലത്തെ ട്രംപ് മീഡിയ മൊത്തം ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വന്നപ്പോൾ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ 2 തരം വാദങ്ങളുണ്ട് കേട്ടോ. അതിലൊരു ഇത് പറഞ്ഞത്, അതായത് വിമർശകരുടെ മാധ്യമങ്ങളുടെ വാദം. അതായത് അവർ പറയുന്നത് മാധ്യമ പ്രവർത്തകരെ അപകടത്തിലാക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭീഷണിയുള്ള ഒരു വിമാനത്തിൽ മാധ്യമ പ്രവർത്തകരെയും താഴേക്കിടയിലുള്ള ജീവനക്കാരെയും മനുഷ്യ കവചമായി ഉപയോഗിച്ചിട്ട്, സത്യം അതിനകത്ത് ട്രംപ് ഉണ്ട്, ഇവരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചിട്ട് ട്രംപ് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു എന്ന ഒരു ധാർമ്മിക തെറ്റ് തന്നെയാണ് അവിടെ ട്രംപ് US പ്രസിഡന്റ് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ട്രംപിൻ്റെ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രതികരണം കൂടെ അന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഓർക്കണ്ടോ, അന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു, എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഈ ഫ്ലൈറ്റ് മാറി കയറിയത് എന്ന് ചോദിച്ചിരുന്നു. എയർഫോഴ്സ് വണ്ണിൻ്റെ അകത്ത് ട്രംപ് കയറിയതിനു ശേഷം മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ച സമയത്ത് അന്ന് പുള്ളിയുടെ മറുപടി ഇങ്ങനെ ആയിരുന്നു, ചിലപ്പോൾ നമ്മൾ അപകടകരമായിട്ടുള്ള ഒരു വിമാനത്തിലായിരിക്കും യാത്ര ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളും പോവും, നിങ്ങളും അപകടത്തിലാവും എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടായിരുന്നു പുള്ളി അന്ന് എയർഫോഴ്സിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നത്. അതിനുശേഷമാണ് പുള്ളി കാറ്ററിംഗ് മറ്റേ എയർ ലിഫ്റ്റ് വെച്ച് താഴോട്ട് താന്നത്. അപ്പോൾ ഈ യാത്രക്കാരൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ മൊത്തം ഇതൊക്കെ താത്തിയിട്ട് പാവം എന്താ പറയുക, ട്രംപിന് വേണ്ടിയിട്ട് ബലിയാടുകളാവാൻ വേണ്ടിയിട്ടാണ് ആ യാത്ര നടത്തിയിട്ടുള്ളത്. അപ്പം ഇതൊരു സുരക്ഷാപരമായിട്ടുള്ള കാര്യം കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതാണെങ്കിലും നമുക്ക് മനസ്സിലായി ഇറാൻ എത്രത്തോളം പേടിക്കുന്നുണ്ട്, ഇറാൻ്റെ പവർ എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം വാഷിംഗ്ടണിൻ്റെ സൈഡിൽ, അതായത് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ നിന്ന് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ സുരക്ഷയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അടിസ്ഥാന കാര്യമായിട്ട് അവർ കാണുന്നത്. ഇത് ആദ്യമല്ല, മുൻകാലത്ത് 2000 അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് സുരക്ഷാ കാരണങ്ങൾ എയർഫോഴ്സ്, അതേപോലെ തന്നെ എയർഫോഴ്സ് വണ്ണ് ഒരു കവചമായിട്ട് ഇതേപോലെ വിട്ടിട്ട് മറ്റൊരു വിമാനത്തിലായിരുന്നു അന്ന് ക്ലിന്റൺ പോയത് എന്നും കൂടെ വൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ട്രംപിന് നേരെ വലിയ ഭീഷണികൾ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ മാർഗങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുമെന്നും വൈറ്റ് ഹൗസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ടുള്ള സ്റ്റീവ് ചുങ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വന്നപ്പോൾ. അപ്പം കാര്യം മനസ്സിലായല്ലോ, ഇറാൻ ചെറിയ മീനല്ല, ഇറാൻ ഒരു വലിയ മീനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യങ്ങൾ. ഇനി മറ്റൊരു റിപ്പോർട്ട് വന്നത് കേട്ടോ. അതായത് ഇത് നിങ്ങൾ കണ്ടോന്നറിയില്ല ഈ ഒരു വീഡിയോ, ഇതും സെയിം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. പുള്ളി ഇത് കളിക്കുന്നത്, അതായത് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ ചുറ്റും എന്താണ് മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ്, അതായത് വരുന്ന മിസൈലുകളെ തകർക്കാനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടുവച്ചിട്ടാണ് പുള്ളി ഇപ്പം പുറത്തിറങ്ങി ഗോൾഫ് വരെ കളിക്കുന്നത്. നോക്കി നിങ്ങൾ തൊട്ടപ്പുറത്ത് 2 ചെറിയ ഇൻ്റർസെപ്റ്റേഴ്സ് നിർത്തിയിട്ടിരിക്കും. അതായത് ഏതെങ്കിലുമൊക്കെ മിസൈൽ എവിടെയെങ്കിലുമൊക്കെ ഡ്രോണുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അവസ്ഥയിൽ, ഒരു പേടിച്ച അവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ഫ്ലൈറ്റ് മാറി കയറുന്നു, പുതിയ ഫ്ലൈറ്റിലോട്ട് പോകുന്നു. ഇതുപോലുള്ള പരിപാടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചുറ്റുപാടിൽ ഇങ്ങനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ കാര്യമല്ല, വളരെ അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. യുദ്ധത്തിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ ഇന്ന് സ്ട്രേറ്റ് ഓഫ് ബാബൽ മണ്ടിൽ 2 കപ്പലുകൾ, 2 സൗദിയുടെ കപ്പലുകൾ ഹൂത്തികൾ വെള്ളത്തിൽ താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു പാകിസ്ഥാനി സ്വദേശി, ഒരു ഇന്തോനേഷ്യൻ സ്വദേശിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 3 പേര്
മൊത്തം മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നിട്ടുള്ള ഇന്നത്തെ അറ്റാക്കാണ്. പിന്നെ അതേപോലെ തന്നെ ലിബിയയിൽ നിന്ന് സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. അതൊരു സൈഡിൽ കൂടെ വേറെ സൈഡിൽ അത് നടക്കുന്നുണ്ട് മറ്റൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ IRGCയുടെ പല നേതാക്കളും പല പുതിയ പൊസിഷനിലോട്ടൊക്കെ ആൾക്കാർ മാറി വന്നിട്ടുണ്ട്. മൊഹസൻ റസായി ഇന്ന് നമ്മുടെ അലി ലാരിജാനിയുടെ സുപ്രീം കൗൺസിലിൻ്റെ ഹെഡായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. പുള്ളിനെയാണ് പുതുതായിട്ട് നിയമിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രസ്താവന വരുന്നുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടഞ്ഞു തന്നെ കിടക്കും. അതുമാത്രമല്ല ഹോർമോസ് കടലിടുക്കിലൂടെ യാത്രാ മാർഗത്തെക്കുറിച്ച് ഇറാനും ഒമാനും തമ്മിൽ ഒരു കരാറിലെത്തിയാൽ പോലും കടലിടുക്ക് അടച്ചു തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഈ വിഷയത്തിൽ അമേരിക്കയുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ റെഡിയായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് തുറക്കുന്ന കാര്യം ചിന്തിക്കുകയുള്ളൂ എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക തങ്ങളുടെ നിലപാട് മാറ്റുകയും ഇറാൻ്റെ നിബന്ധനകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വരെ ഹോർമോസ് തുറക്കുന്ന ഒരു പ്രശ്നമില്ല. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നാലും അമേരിക്കയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ഞങ്ങളില്ല എന്ന് പുള്ളി അറിയിച്ചിട്ടുണ്ട്. ഗസ, ലബനൻ തുടങ്ങിയ മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുക, മരവിപ്പിച്ചിട്ടുള്ള ഇറാൻ്റെ സാമ്പത്തിക ആസ്തികൾ വിട്ടു നൽകുക, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ മാത്രമേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇനി തുറന്നു തരുള്ളൂ, എന്നിട്ട് നിങ്ങൾ അതിലൂടെ പോവുകയുള്ളൂ. അതല്ലാണ്ട് ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇനി ഈ പറഞ്ഞ എന്താ പറയുക ഡീലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടക്കുന്നതിന് ട്രംപ് പറയാനല്ലാണ്ട് ഇറാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, സമ്മതിച്ചു തന്നിട്ടില്ല. ഇറാൻ അതായത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ടോക്കും ഇതുവരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ എന്താ പറയുക മന്ത്രിമാരും പ്രതിരോധ മന്ത്രിയൊക്കെ ഇപ്പോൾ ഇറാനിലെ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് അബ്ബാസ് അറേച്ചിട്ട് കൂടിക്കാഴ്ച നടത്താൻ. ചിലപ്പോൾ ട്രംപ് പറഞ്ഞിട്ടായിരിക്കാൻ പോയത്, അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ ഈ മെക്ക പാക്റ്റൊക്കെ ഇല്ല അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയുണ്ട്. ഇനി ഇവരുടെ തന്നെ അതായത് IRGCയുടെ സ്പോക്ക് പേഴ്സൺ അലി മെരാൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതായത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കുവൈറ്റ്, UAE, ഖത്തർ, സൗദി, ബഹ്റൈൻ, ജോർദാൻ ഇവരുമായിട്ട് ഒരുമിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ അറ്റാക്ക് ഞങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഒരു പോസിബിൾ ഒരു അറ്റാക്ക് വരാനുള്ള ചാൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആരുടെ സപ്പോർട്ടോട് കൂടി സയനിസ്റ്റ് അതായത് ഈ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു അറ്റാക്കിനുള്ള പോസിബിലിറ്റി ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഇറാൻ അതിനൊക്കെ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ അങ്ങനെ അറ്റാക്ക് വരിക കഴിഞ്ഞാൽ തിരിച്ച് അടിച്ച് ഞങ്ങൾ തകർത്ത് കളയും എന്ന് മെരാൻഡിയുടെ ഒരു പ്രസ്താവനയും കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോന്ന് പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അതിന് ഇറാൻ അത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഇറാൻ അതിന് വേണ്ടിയിട്ട് സെറ്റിലായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് ഈ ഒരു പ്രസ്താവനയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അത് മാത്രമല്ല ഇന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു വാർത്ത വന്നിരുന്നത് ഏകദേശം അമേരിക്കയുടെ 42 അമേരിക്കയുടെ മിലിറ്ററി എയർക്രാഫ്റ്റുകളാണ് ഇറാൻ യുദ്ധത്തിൽ തകർത്തത് എന്നാണ് പറയുന്നത്. അതായത് അവർ തന്നെ സമ്മതിക്കുന്ന 42 മിലിറ്ററി എയർക്രാഫ്റ്റുകളാണ്. പക്ഷേ ഇറാൻ പറഞ്ഞത് അതൊന്നും അല്ല, അതിൽ കൂടുതലാണെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് 42ഓളം ഫൈറ്റർ ജെറ്റുകൾ അടങ്ങുന്ന അമേരിക്കൻ എയർക്രാഫ്റ്റ് ചിലപ്പോൾ അപ്പാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ വമ്പൻ എന്താ പറയുക കോടികൾ, അതായത് 2000-3000 കോടി വരുന്ന F-35 പോലത്തെ F-15, F-16 ഒക്കെ പോലത്തെ മൊത്തം വിമാനങ്ങൾ തകർത്തതിൻ്റെ കണക്ക് വാൾ സ്ട്രീറ്റ് ജേണൽ ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. 42 ഏകദേശം $13 ബില്യൺ ആണ് അവർ അതിനുവേണ്ടി മാത്രം കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഇന്ന് തന്നെ മറ്റ് എന്താ പറയുക നമ്മൾ UAE-യിലുള്ള അറ്റാക്കിനൊക്കെ പറ്റി പറഞ്ഞിരുന്നില്ലേ, UAE അറ്റാക്ക് അതായത് അൽദഫ്രയിലും അതുപോലെ തന്നെ മറ്റ് UAE-യുടെ ബേസുകളിലും ജബൽ അലിയിലും UAE എയർപോർട്ടിലും ഒക്കെ എന്താ പറയുക ഇറാൻ്റെ അറ്റാക്ക് നടന്നിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടുതൽ ഇമേജസ് ഇന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ ഇമേജസ് ഇപ്പോഴാണ് പുറത്തോട്ട് റിലീസ് ചെയ്തിട്ടില്ല, അന്ന് അത്രയും പുറത്തോട്ട് വന്നിട്ടില്ല. കൂടുതൽ ഇമേജസുകൾ ഇന്നിപ്പം റിലീസായിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞിട്ട്. അവിടെ മാത്രമല്ല കുവൈറ്റിലത്തെ വന്നിട്ടുണ്ട്, ബഹ്റൈനിലെ 5th ഫ്ലീറ്റിലെ കുറേയും കൂടെ ക്ലാരിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെല്ലാം ഇറാൻ ഇന്ന് IRGC പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അത് റഷ്യയുടെ സഹായത്തോടു കൂടി അതുപോലെ തന്നെ ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും പ്രോപ്പർ ചിത്രങ്ങൾ അവർ ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടി കിട്ടിയതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് രീതിയിലാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് അടി കിട്ടിയത് എന്ന് കാണിച്ച് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം IRGCയുടെ ഒപ്പം. ഇനിയും കയറി നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് രീതിയിലാണ് തിരിച്ചടിക്കാതെ നിങ്ങൾ പോലും ചിന്തിക്കേണ്ട അപ്പുറത്തായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മുൻകരുതൽ എടുത്തോളാനുള്ള മെസ്സേജുകളാണ് ഇപ്പോൾ ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഇന്ന് പറയാനുള്ളത്. കുറച്ച് ഡിലേ ആയിപ്പോയി. മറ്റ് വേറെ ഒന്നുമില്ല. നാളെ പുതിയ വാർത്തകളുണ്ടെങ്കിൽ നമുക്കത് നാളെ അടുത്ത വീഡിയോയിലായി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.